നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ കൺസൾട്ടൻസി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 നവംബർ 22 അതായത് കൊല്ലവർഷം 1200 ആണ്ട് കൃഷ്ണപക്ഷ സപ്തമിയും ആയില്യം നക്ഷത്രവും വരുന്ന വെള്ളിയാഴ്ച എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ വൃശ്ചിക മാസത്തിലെ 30 വെള്ളിയാഴ്ചയാണ്. എല്ലാ വെള്ളിയാഴ്ചകളും മഹാലക്ഷ്മിക്ക് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. അന്നപൂർണേശ്വരി ദേവിയെയും പ്രാർത്ഥിക്കാൻ പറ്റുന്ന ദിവസമാണ്. എല്ലാ ദിവസവും അന്നപൂർണേശ്വരിയെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ അരി അടുപ്പത്തിടുന്നത്. ഇപ്പം സ്ത്രീകൾക്കറിയാം, അവർ അരി അടുപ്പത്തേക്ക് ഇടുമ്പോൾ തന്നെ അന്നപൂർണേശ്വരി ദേവിയെ പ്രാർത്ഥിച്ചിട്ടാണ് അമ്മേ അന്നത്തിനൊരു മുട്ടും ഉണ്ടാവില്ലേ, എല്ലാം നല്ല രീതിയിൽ എല്ലാവർക്കും വേണ്ടപ്പെട്ട രീതിയിൽ ഇഷ്ടപ്പെട്ട രീതിയിൽ ഭക്ഷണം കൊടുക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചാണ് അരി ഇടുന്നത്. എന്നിരുന്നാൽ പോലും വെള്ളിയാഴ്ച ദിവസം അന്നപൂർണേശ്വരിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ലക്ഷ്മി പൂജ ചെയ്ത, അപ്പം അന്നപൂർണേശ്വരി ദേവിയെയും പ്രാർത്ഥിക്കാം. ലക്ഷ്മി പൂജ ചെയ്യാൻ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ്. ശകവർഷപ്രകാരം മാർഗഴി മാസം തുടങ്ങുന്ന മാസം കൂടിയാണ്. മാർഗഴി മാസത്തിലെ നമുക്കറിയാം, വൃശ്ചിക മാസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മണ്ഡലകാലമാണ്. 30 വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ സർവ്വ അഭീഷ്ടങ്ങൾ ശുക്രനെ കൊണ്ടാണ് നമ്മൾ ശുക്രനാണ് വെള്ളിയുടെ കാരകത്വം. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഒരു 6 മുതൽ 7 വരെയുള്ള ആ ശുക്രഹോരയും ആ ഉദിച്ച ഉടനെയുള്ള ആ ശുക്രഹോരയും മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ചാൽ വളരെ ശുഭഫലം കിട്ടുമെന്നാണ് നമ്മളുടെ വിശ്വാസം. ഇപ്പോൾ ശുക്രൻ നിൽക്കുന്നത് ധനുരാശിയിലാണ്. അപ്പം നമുക്ക് ശുക്രൻ്റെ ആ കാരകത്വം നമുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസം എന്തൊക്കെ പൂജകളാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് മഹാലക്ഷ്മി പൂജ ചെയ്യുന്നത്, മഹാലക്ഷ്മി പൂജ ചെയ്യുന്നതുകൊണ്ട് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഗുണമുണ്ടാവുക. 27 നക്ഷത്രക്കാരെ സംബന്ധിച്ചും സാമ്പത്തികമെന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ദൈനംദിന ജീവിതം എന്നല്ല, നാളേക്കുള്ള ജീവിതം കൂടി ഒന്ന് നല്ല രീതിയിൽ പോകണമെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ളത്രയും പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ബാധ്യതകളൊന്നുമില്ലെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് സമാധാനമായി, പിന്നെ ആരോഗ്യം കൂടി പൂർണ്ണമായ കൂടുതൽ സന്തോഷമായി. അപ്പം ഈ സമ്പത്ത് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മഹാലക്ഷ്മി പൂജ ചെയ്യാം, വൈഭവലക്ഷ്മി പൂജ ചെയ്യാം, ലക്ഷ്മി പൂജ എന്ന് അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, പേരുകൾ പലതാണ്. കുബേരലക്ഷ്മി പൂജയൊക്കെ ചെയ്യുന്ന ദിവസമാണ് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച ഏറ്റവും ശുഭത്വമുള്ള ദിവസമായതുകൊണ്ട് നമുക്ക് വെള്ളിയാഴ്ച രാവിലെ തന്നെ എല്ലാവർക്കും പൂജ ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് വൈകുന്നേരം ഒരു പൂജ എങ്ങനെ ചെയ്യാം. എല്ലാ നക്ഷത്രക്കാർക്കും എല്ലാവർക്കും സാമ്പത്തികത്തിൻ്റെ പ്രതിസന്ധിയാണ് ഈ കലിയുഗത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്നത്. കാരണം സാമ്പത്തിക പ്രതിസന്ധി എല്ലാവരും ഉണ്ട്, സമ്പന്നർക്ക് പോലും ഉണ്ട്. കാരണം പൈസ ഇഷ്ടംപോലെ ഉള്ളവർക്ക് പോലും അവർ സ്ഥലമായിട്ട് സ്വർണമായിട്ടും ഒക്കെ വാങ്ങി കരുതി വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ സ്വർണം നമുക്കിങ്ങനെ വിൽക്കാൻ എന്നാൽ അത്ര എളുപ്പമൊന്നുമല്ല. അതുപോലെ തന്നെ സ്ഥലം ഇഷ്ടംപോലെ കരുതി വച്ചിട്ടുണ്ടാവും. പക്ഷെ അത് വേണ്ട സമയത്ത് ഒന്ന് ക്രയവിക്രയം ചെയ്ത് കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ അത് സാധിക്കാതെ സമ്പന്നരായിരുന്നിട്ടും കോടീശ്വരന്മാരായിട്ടും സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. സാമ്പത്തികത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് കുട്ടികളുടെയൊക്കെ ഒരു കുട്ടി, ഒരു ചെറിയ കുട്ടി, അത് 3 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഒരു അഡ്മിഷൻ, നല്ല ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നതിന് തന്നെ പണം ആവശ്യമാണ്. അപ്പോൾ പണം ഒരു കുട്ടി ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ബെഡ് റെസ്റ്റും അതിൻ്റെ ചികിത്സയും അതിൻ്റെ ആ ശുശ്രൂഷ, അത് കഴിഞ്ഞാൽ കുട്ടിയെ പരിചരിക്കുന്നതിനുള്ള ശുശ്രൂഷ, അങ്ങനെ എല്ലാം പണവുമായി ബന്ധപ്പെട്ടിട്ട് പണമാണ് ഏറ്റവും ആവശ്യം. കാരണം അണുകുടുംബ വ്യവസ്ഥയിൽ വീട്ടിലുള്ളവർക്ക് ഇതെല്ലാം നോക്കാൻ പറ്റാത്തതിന് എല്ലാത്തിനും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ അപ്പോൾ സാമ്പത്തികത്തിൻ്റെതായ ആവശ്യം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ സാമ്പത്തികം ഇപ്പം മക്കളുടെ വിവാഹം നടത്തിയിട്ട്
ഉണ്ടാക്കിയിട്ട് മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ട് വീട് പണിയെന്നിട്ട് അങ്ങനെ സ്ഥലം വാങ്ങിയത് നല്ല രീതിയിൽ നടക്കാൻ ക്രയവിക്രയം ചെയ്യാൻ പറ്റാതെ വീട് പണിതിട്ട് അത് വാടകയ്ക്ക് പോകുമെന്ന് വിചാരിച്ചു. ബിസിനസ് തുടങ്ങിയിട്ട് നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോയില്ല. ഇപ്പോൾ ബിസിനസ് നിർത്തേണ്ട ഒരു സാഹചര്യം. അപ്പം ലോൺ അടയ്ക്കാൻ പറ്റാത്ത സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള ഒരു വഴി ഈ മഹാലക്ഷ്മി പൂജ. മഹാലക്ഷ്മി വന്നാൽ മാത്രമാണ് സമ്പത്ത് വരുള്ളൂ. വിഷ്ണുവിനെ വിളിച്ചാലും ലക്ഷ്മി വരണം, ലക്ഷ്മിയെ വിളിച്ചാൽ വിഷ്ണു ഉണ്ട്. അപ്പം നമുക്ക് മഹാലക്ഷ്മിയെ വരുത്തണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അമ്മയെ വരുത്തുന്നതിന് അമ്മ അങ്ങനെ ഒരു ചൊല്ല് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി ദേവി ഒരിക്കൽ വന്നാൽ പിന്നെ പോവില്ല, പക്ഷെ ഒരിക്കൽ പോയാൽ പിന്നെ തിരിച്ചു വരാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ലക്ഷ്മി ദേവി വന്ന് നിന്ന് നിലനിർത്തി നമ്മുടെ ആ സൗഭാഗ്യങ്ങളെല്ലാം നിലനിർത്തി കൊണ്ടുപോകാൻ വന്ന ലക്ഷ്മിക്ക് പ്രത്യേക ഇരിപ്പിട സ്ഥാനങ്ങളൊക്കെ കൊടുത്തിട്ട്, സാധാരണ നമ്മൾ കന്നിമൂല എന്ന് പറയുന്ന തെക്ക് പടിഞ്ഞാറേ മൂല സമ്പത്തിൻ്റെ മൂലയായിട്ട് കുബേരമൂലയായിട്ടൊക്കെ കണക്കാക്കും. അപ്പോൾ അവിടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഒരു ഡപ്പയിൽ കുറേ നാണയൊക്കെ ഇട്ട് സമ്പത്തൊക്കെ സൂക്ഷിക്കും അവിടെ. അതുപോലെ നമ്മളുടെ പൂജാമുറിയിലും ഒരു ഡപ്പയിൽ കുറേ ചില്ലറയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആ നാണയം കൊണ്ട് തന്നെ ശരിക്കും പൂജ ചെയ്താൽ ലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമാണെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഒരു മഹാലക്ഷ്മി പൂജ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, സാമ്പത്തികം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ചെയ്യാവുന്ന വളരെ ലളിതമായ പൂജയാണ്. മാസാദ്യ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഫലം കൂടും. ആയില്യ നക്ഷത്രമാണ്. നമ്മുടെ സമ്പത്തിൻ്റെ എല്ലാ കാവലാളന്മാർ നാഗദേവതകളാണ്. അപ്പോൾ അവരുടെ പ്രാധാന്യമുള്ള ദിവസം കൂടി ആയതുകൊണ്ട് നമുക്കൊന്ന് എങ്ങനെയാണ് ആ പൂജ ചെയ്യാൻ പറ്റുക എന്ന് നമുക്കൊന്ന് നോക്കാം. കഴിയുന്നതും സാധാരണ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള പൂജയാണ്. ഒരു തട്ടം എടുക്കുക. പറ്റുന്ന സ്റ്റീലിൻ്റെ തട്ടായിക്കോട്ടെ, പിച്ചള തട്ടാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഒരു പിച്ചള തട്ടം എടുത്തിട്ട് ആ തട്ടത്തിൽ നിറയെ അരി, നമ്മുടെ പച്ചരി, സാധാരണ പച്ചരി, ബിരിയാണി റൈസ് ആയാലും മതി, പച്ചരി ആയാലും മതി, പച്ചരി അവിടെ നിറയ്ക്കുക എന്ന് പറഞ്ഞ പ്ലേറ്റിൽ ഇങ്ങനെ നിറച്ച് വെച്ചിട്ട് അതിൽ നമ്മുടെ കയ്യിലുള്ള അത്രയും നാണയം ആ അരിയിൽ. അപ്പം അരിയിൽ എപ്പോഴും നമ്മൾ അരി മാത്രമായിട്ട് ഇടാറില്ല. അക്ഷതം പോലെ ആക്കുന്നതിന് വേണ്ടി അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് തൂങ്ങിയ, അരിയും മഞ്ഞൾപ്പൊടിയും കൂടെ തൂങ്ങിയ ആ മിശ്രിതം ഇങ്ങനെ നിറച്ചിട്ടു അതിൻ്റെ മീതെ നമുക്ക് നമ്മുടെ ഉള്ളത്രയും നാണയം നല്ലോണം പരത്തി വെച്ചു. അപ്പം നോക്കിയാൽ തട്ടത്തിൽ നിറയെ നാണയങ്ങൾ ഇങ്ങനെ നിരന്നിരിക്കുന്ന കാണാം. കൂന കൂട്ടണ്ട, പരത്തി വെച്ചിട്ട് അതിൻ്റെ മീതെയാണ് നമ്മൾ വിളക്ക് വയ്ക്കുന്നത്. അതായത് ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടം തന്നെ ശരിക്കും താമരപ്പൂവിൽ ലക്ഷ്മി ഇരിക്കുന്നതെങ്കിലും നമ്മൾ കമലാസനയാണല്ലോ. അപ്പോൾ കമലാദേവി താമരപ്പൂവിലിരിക്കുന്ന അമ്മ പത്മാസനയാണ്. പത്മത്തിലിരിക്കുന്ന അമ്മയെ നമ്മളിവിടെ അരിയിൽ ഇങ്ങനെ നാണയത്തിൽ ലക്ഷ്മി തന്നെ നമ്മൾ ഇരുത്തിയിട്ട് അമ്മയെ സങ്കല്പിച്ച് വിളക്ക് കത്തിച്ചു വെച്ചു. അതൊരു നെയ്വിളക്കായാൽ ഏറ്റവും നല്ലതാണ്. അതിന് ലക്ഷ്മി വിളക്ക് തന്നെയുണ്ട്. സാധാരണ ലക്ഷ്മിയുടെ ഇതുള്ള പിടുത്തമുള്ള, കാരണം ഇങ്ങനെ ലക്ഷ്മിയും ഇവിടെ കുഴിയുമായിട്ട് ഇവിടെ ഇങ്ങനെ തിരിയുള്ള. അപ്പം ഈ തിരി കത്തിയാൽ നേരെ ഇവിടുത്തെ ലക്ഷ്മിക്കാണ് ഈ പ്രകാശം ചെല്ലുക. അപ്പം ലക്ഷ്മി വിളക്കുണ്ടെങ്കിൽ ലക്ഷ്മി വിളക്ക് വയ്ക്കുക. ഇല്ലെങ്കിൽ ചെരാതായാലും നെയ്യൊഴിച്ച് പഞ്ഞിത്തിരി ഇടണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പടന്തിരി കത്താതിരിക്കാനാണ്, ആളി കത്താതിരിക്കാൻ. പഞ്ഞിത്തിരി വളരെ സോഫ്റ്റായിട്ടേ കത്തുള്ളൂ. കത്താൻ അല്പം താമസം വരും, പക്ഷേ കത്തിക്കഴിഞ്ഞാൽ അത് നിന്ന് കത്തും, പടർന്ന് ആളി കത്തില്ല. ആ തിരി കത്തുമ്പോൾ അറിയാം നമ്മളുടെ പൂജയുടെ ഫലം എത്രത്തോളം വരുമെന്ന്. വളരെ ലക്ഷണമൊത്ത ആളിപ്പടരാതെ, അതായത് ആ ലക്ഷ്മിക്ക് കരി പിടിക്കാതെ, വിളക്കിൻ്റെ ആ ഇതിൽ കരി പിടിക്കാത്ത രീതിയിൽ വേണം. അതുപോലെ എണ്ണയോ നെയ്യോ ഇറ്റിറ്റ് താഴോട്ട് വീഴാത്ത രീതിയിൽ നല്ല ഐശ്വര്യമായിട്ട് വിളക്ക് നമ്മൾ കത്തിച്ചു വെച്ചു. വടക്കോട്ട് തിരിക്കാണ് ലക്ഷ്മി ദേവി. തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വടക്കോട്ട് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ പടിഞ്ഞാട്ടിരുന്നു കൊണ്ട് ലക്ഷ്മി ദേവി വടക്കോട്ടേക്ക് തിരിച്ചു വെച്ചുകൊണ്ട് മനസ്സറിഞ്ഞ് നമ്മൾ വൈകുന്നേരമാണ് പൂജ ചെയ്യുന്നത്. സാധാരണ വിളക്കാണ് കത്തിക്കുന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 2 തിരിയിടാം. സൂര്യചന്ദ്രന്മാരെ മനസ്സ് സങ്കല്പിച്ച് വൈകുന്നേരം കത്തിക്കുമ്പോൾ ചന്ദ്രനാണല്ലോ. അപ്പം ഇപ്പം നമുക്ക് ചന്ദ്രോദയമൊക്കെ വരുന്നത് രാത്രിയിലാണ്, കാരണം കൃഷ്ണപക്ഷമാണ്.
പെട്ടെന്ന് ചന്ദ്രൻ ഉദിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ 11:30-ക്കൊക്കെയാണ്, രാത്രി 11:30-ക്കൊക്കെയാണ് ചന്ദ്രോദയം വരുന്നത്. കാരണം സപ്തമി വരെ ആയിട്ടുള്ളൂ, 7ാമത്തെ ദിവസമേ ആയിട്ടുള്ളൂ. ഇനി വാവ് കഴിയുമ്പോഴാണ് വാവിനാണ് പൂർണ്ണചന്ദ്രനെ കാണുന്നത്. അപ്പൊ ഇനിയും ദിവസങ്ങളുള്ളവർ, പകുതി ദിവസമായിട്ടുള്ളൂ, 7ാമത്തെ ദിവസമായിട്ടുള്ളൂ, 14ാമത്തെ ദിവസമാണ് വാവ് വരുന്നത്. അതുകൊണ്ട് തന്നെ ചന്ദ്രനെ നമുക്ക് ഇരുട്ടാണ്, അത്ര പെട്ടെന്ന് ചന്ദ്രനെ, എന്നാലും ചന്ദ്രനെ പ്രതിദാനം ചെയ്തുകൊണ്ട് ഒരു തിരിയും, സൂര്യനെ പ്രതിദാനം ചെയ്ത് ഒരു തിരിയുമാണ് നമ്മൾ സാധാരണ വിളക്ക് കത്തിക്കുന്ന. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയിട്ട് വിളക്ക് കത്തിക്കും. വിശേഷ ദിവസങ്ങളിൽ പഞ്ചഭൂതങ്ങളെ മനസ്സിൽ കണ്ട് നമ്മൾ പുറത്ത് കത്തിക്കുന്ന വിളക്ക് 5 തിരിയിട്ട് ഭദ്രയെ സങ്കല്പിച്ച് ഭദ്രദീപം കൊളുത്താം. പഞ്ചഭൂതങ്ങളെ മനസ്സിൽ കാണിച്ച് വീടിൻ്റെ പുറത്ത്, അകത്ത് നമ്മൾ ഭദ്രദീപം 5 തിരിയിട്ട് വിളക്ക് കത്തിക്കുകയാണെങ്കിൽ അത് ഭദ്രയെ, കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടി, കുടുംബ സമാധാനത്തിന് വേണ്ടി, സർവ്വ ഐശ്വര്യത്തിന് വേണ്ടി 5 തിരിയിട്ട് വിളക്ക് കത്തിച്ച് നമുക്ക് വയ്ക്കാം. അല്ലെങ്കിൽ പുറത്താണെങ്കിൽ പഞ്ചഭൂതങ്ങളെ മനസ്സിൽ സങ്കല്പിച്ച് പഞ്ചഭൂതമായിട്ട് നമ്മൾ തിരി കത്തിച്ച് വയ്ക്കാം. നമ്മുടെ പൂജാമുറിയിൽ ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ ലക്ഷ്മി വിളക്കുള്ളവർ നെയ്യൊഴിച്ച് ലക്ഷ്മി വിളക്ക് കത്തിക്കുക. ഇല്ലാത്തവർ ചെരാതിൽ നെയ്യൊഴിച്ച് കത്തിക്കാം, അല്ലെങ്കിൽ വെള്ളി വിളക്കിൽ നെയ്യൊഴിച്ച് കത്തിക്കാം. വിളക്കാണെങ്കിൽ, നിലവിളക്കാണെങ്കിൽ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 2 തിരിയിട്ട് തന്നെ കത്തിക്കാം. നിലവിളക്കിൽ ഒറ്റ തിരിയിട്ട് കത്തിക്കണമെന്നില്ല, 2 തിരിയിട്ട് കത്തിച്ച് മനസ്സറിഞ്ഞ് ലക്ഷ്മി ദേവിയെ, ആ ലക്ഷ്മി വിളക്ക് വയ്ക്കുന്നത് നിറയെ നാണയങ്ങൾ വെച്ചിട്ട് അതിൻ്റെ മീതെയാണ്. അരിയും മഞ്ഞളും കൂടി തട്ടത്തിൽ വിരിച്ചു, എന്നിട്ട് അതിൻ്റെ മീതെ നാണയങ്ങൾ നിറച്ച് വച്ചതിന് ശേഷം അതിൻ്റെ മീതെ ഒരു ചെരാതോ ഒരു ലക്ഷ്മി വിളക്കിലോ നെയ് വിളക്ക് കത്തിച്ച് വെച്ചു. എന്നിട്ട് ആ ലക്ഷ്മി വിളക്ക് നമ്മൾ വടക്കോട്ട് തിരിച്ചു വെച്ചു. 2 തിരിയിട്ട് കത്തിക്കുന്ന വിളക്കാണെങ്കിൽ ഒരിക്കലും വടക്കോട്ട് തിരിച്ചു വയ്ക്കാൻ പാടില്ല, കാരണം ഒരറ്റം തെക്കോട്ടാവും. അപ്പം അതുകൊണ്ട് നമ്മൾ കിഴക്ക് പടിഞ്ഞാറ് വെച്ചാലും മതി. കിഴക്ക് പടിഞ്ഞാറ് വയ്ക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ തിരിഞ്ഞു വയ്ക്കാം. നമ്മളിരിക്കുന്നത് പടിഞ്ഞാട്ടായതുകൊണ്ട് കിഴക്കോട്ട് തിരിച്ചു വെച്ച് മനസ്സറിഞ്ഞ് എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരി വെച്ചിട്ടാണ് 2 തിരി കത്തിക്കുന്നത്. പന്നിത്തിരിയായാൽ പഴംതിരി കത്തില്ല. ഒരു ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചു. ഒരു കിണ്ടിയിൽ കുറച്ച് വെള്ളം വയ്ക്കാം, ഒരു കലശം, കിണ്ടിയിൽ വെള്ളം വയ്ക്കാം, ഒരു ചെമ്പ് കലത്തിൽ കലശം പോലെ നമുക്ക് കുറച്ച് വെള്ളം വയ്ക്കാം. അല്ലെങ്കിൽ കിണ്ടിയിൽ തന്നെ വയ്ക്കുന്നതിലോ 2 ഏലക്കയോ ഒരു കരയാമ്പൂവോ ഒരു തുളസിയിലയോ ഒക്കെ ഇട്ട് നമ്മൾ വെള്ളം വെച്ചു. അത് തീർത്ഥമായിട്ടാണ് സങ്കല്പം. അതും വെച്ചു പിന്നെ നമ്മൾ മനസ്സ് തുറന്ന്. അപ്പം ഈ സാധാരണ നമ്മൾ വെള്ളിയാഴ്ചകളിൽ വൈഷ്ണവിമാതയെ പൂജിച്ചിരുന്നൊരു കാലമുണ്ട്. വൈഷ്ണവിമാതയെ പൂജിച്ചിരുന്നു പലരും. അത് വൈഷ്ണവിമാതയെ പൂജിക്കുമ്പോൾ പുളിയുള്ള പദാർത്ഥങ്ങളൊന്നും കഴിക്കാതെ പൂജിച്ചിരുന്നു. ഇവിടെ നമ്മൾ മഹാലക്ഷ്മിയാണ് പൂജിക്കുന്നത്. വ്രതമെടുത്ത് വൈകുന്നേരം വരെ നമ്മൾ വ്രതമെടുത്തിട്ട് വൈകുന്നേരം കുളി കഴിഞ്ഞ് പൂജയും കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. ഇനി സാധാരണത്തെ പോലെ നോൺ വെജ് ഒന്നും കഴിക്കാതെ രാവിലത്തെ ടിഫിൻ കഴിച്ച് ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം കഴിച്ചിട്ട് വൈകിട്ട് ഈ പൂജ ലക്ഷ്മി പൂജ ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷ്മി പൂജയിൽ പറ്റുന്നവർ അല്പം പാൽപ്പായസം ഉണ്ടാക്കി വയ്ക്കാം, അല്ലെങ്കിൽ ഇത്തിരി ശർക്കര പായസം ഉണ്ടാക്കി വയ്ക്കാം. 2നും അധികം ചിലവില്ല. ഒരു കുക്കറിൽ കുറച്ച് അരി അങ്ങ് വേവിക്കുക. ആ വേവിച്ച അരിയിൽ പകുതി എടുത്ത് പാൽപ്പായസമാക്കുക. പാലൊഴിച്ച് പഞ്ചസാര ഇട്ട് ഇലക്ക ഇട്ടാൽ പാൽപ്പായസമായി. അത് കുക്കറിൽ തന്നെ പാലും അരിയും കൂടെ ഒന്നിച്ച് ഒരു 2 വിസിൽ വന്നിട്ട് ഇത്തിരി നെയ്യ് ഒഴിച്ച് 2 ഏലക്കയും കൂടി ഇട്ടാൽ നല്ല പാൽപ്പായസമായി. ഇത്തിരി നെയ്യ് ഒഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ശർക്കര പായസമാണെങ്കിൽ അരിയിൽ ശർക്കര ഇട്ട് നല്ലോണം വേവിച്ചിട്ട് നെയ്യ് ഒഴിച്ചൊന്ന് വരട്ടി തേങ്ങാക്കൊത്തൊക്കെ വറുത്തിട്ടാൽ അത് നെയ്പായസമായി. നെയ്പായസം ഇത്തിരി കട്ടിയിലും പാൽപ്പായസം ഇത്തിരി ലൂസായിട്ടും. അപ്പോൾ അത് അവനവൻ്റെ സാഹചര്യത്തിനനുസരിച്ചിട്ട് ഇപ്പം ഷുഗറൊക്കെ ഉള്ളത് കൊണ്ട് അധികം എല്ലാവർക്കും മധുരം അധികം വേണ്ട. അപ്പം നമുക്ക് അമ്മ ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്, അമ്മ ഗുഡാനപ്രിയയാണെന്ന് പറയുന്നുണ്ട്. ശർക്കര പായസം അമ്മയ്ക്ക് വളരെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ഇനി പാൽപ്പായസം ദുർഗാദേവിക്കാണ് കൂടുതലും പാൽപ്പായസം ഇഷ്ടം. അപ്പം നമുക്ക് ഇവിടെ ശർക്കര പായസമോ എന്ത് പായസമാണോ നമ്മൾ തയ്യാറാക്കിയത് ഒരു നിവേദ്യമായി വയ്ക്കുക. എന്നിട്ട് മനസ്സ് തുറന്ന് കഴിയുന്നത്രയും നമ്മൾ അരി മേടിച്ചിട്ടുണ്ടല്ലോ, മഞ്ഞളും അരിയും കൂടെ വച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഏലയ്ക്ക ഒരു 108 ഏലയ്ക്ക. എപ്പോഴും ഏലയ്ക്കയാണ് ഏറ്റവും ഉത്തമം. ഏലയ്ക്കയോ കരയാമ്പോ ഒക്കെ ആണെങ്കിൽ സുഗന്ധദ്രവ്യങ്ങൾ ലക്ഷ്മി കടാക്ഷമുള്ളവയാണ്.
ഏത് സുഗന്ധദ്രവ്യങ്ങളും സമ്പത്തിൻ്റെയാണ്. സമ്പത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് തന്നെ അവിടുത്തെ സുഗന്ധദ്രവ്യങ്ങളാണ്. അപ്പം നമുക്ക് ഏലയ്ക്ക, കരയാമ്പൂ, അതുപോലെ ജാതിപത്രി ഒക്കെ ശരിക്കും നമ്മൾ സമ്പത്തിൻ്റെ ഇതായതുകൊണ്ട് ലക്ഷ്മി പൂജ ചെയ്യാൻ ഏലക്കാമാലയൊക്കെ വിളക്കിൽ ചാർത്താം. വിളക്കിൽ ചുറ്റും ഒരു ഏലക്കാമാലയൊക്കെ, ഒരു 108 ഏലക്ക കോർത്തിട്ടൊരു മാല വയ്ക്കാം. അല്ലെങ്കിൽ കരയാമ്പൂ ഇങ്ങനെ കോർത്തിട്ട് മാല കെട്ടി വയ്ക്കാം. അല്ലെങ്കിൽ ഇനി നമുക്ക് 108 ഏലക്ക കൊണ്ട് അമ്മയുടെ മന്ത്രം എപ്പോഴും ഓം മഹാലക്ഷ്മി ച വിദ്മഹേ സർവശക്തി ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാന്ന് മഹാലക്ഷ്മിയുടെ ധ്യാന ശ്ലോകം. അതുപോലെ മഹാലക്ഷ്മിയെ നന്നായിട്ട് പ്രാർത്ഥിച്ച് അഷ്ടലക്ഷ്മി, മഹാലക്ഷ്മി അഷ്ടമൊക്കെ ചൊല്ലിയിട്ട് വേണമെങ്കിലാവാം, കനകധാര ചൊല്ലിയിട്ടാവാം, ലളിതാ സഹസ്രനാമം ചൊല്ലിയിട്ട് വേണമെങ്കിൽ അർച്ചന ചെയ്യാം. അവനവൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ്. ഇവിടെ നമ്മൾ വളരെ ചുരുങ്ങിയ രീതിയിൽ ലളിത അഷ്ടോത്തരമുണ്ട്, അത് ചൊല്ലിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഒന്നും വേണ്ട, അമ്മയുടെ മൂലമന്ത്രമായ ഓം ശ്രീ നമ എന്ന് 108 ഏലയ്ക്ക് ആദ്യം തന്നെ ഒരു ഇതിലെടുത്ത് വെച്ച്, അല്ലെങ്കിൽ 108 കരയാമ്പൂ എടുത്തു വെച്ചുകൊണ്ട് മനസ്സറിഞ്ഞ് ഓരോ പ്രാവശ്യം ഓം ശ്രീ നമ, ഓം ശ്രീം നമ എന്നിങ്ങനെ മനസ്സുകൊണ്ട് മഹാലക്ഷ്മിയെ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് വളരെ ഭക്തിയോടുകൂടി 108 ഏലയ്ക്കയും അമ്മയിലേക്ക് നമ്മളിങ്ങനെ സമർപ്പിക്കുകയാണ്. അപ്പം ആ പൂജ തുടങ്ങുന്നതിന് മുമ്പ്, ഏതൊരു പൂജയും തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലൊരു സങ്കല്പം ചെയ്യും. നമ്മൾ ഇന്നൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അമ്മയെ ഞാൻ ഈ പൂജ ചെയ്യുന്നത്, എൻ്റെ ഈ സ്ഥലം ഒന്ന് നല്ല രീതിയിൽ കച്ചവടമാക്കി തരണം, അങ്ങനെ എനിക്ക് കുറേ പൈസ കിട്ടിയാൽ എൻ്റെ ആവശ്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കും, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം, ഒരു ലോട്ടറി ഭാഗ്യമുണ്ടെന്ന് പറഞ്ഞ് ഞാനൊരു ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നുണ്ട്, അതിനെനിക്ക് പൈസ തരണം, അല്ലെങ്കിൽ എനിക്ക് ചിട്ടി കിട്ടാനുണ്ട്, ആ ചിട്ടി എനിക്കൊന്ന് സമയത്ത് കിട്ടണം. അങ്ങനെ ഓരോരുത്തർക്കും അവർക്ക് ധനം വരാനുള്ള, എനിക്ക് കുറച്ച് അരിയർ കിട്ടാനുണ്ട്, കുറച്ച് കുടിശ്ശിക കിട്ടാനുണ്ട്, ഒരാൾ കുറച്ച് പൈസ തരാനുണ്ട്. അപ്പം നമുക്ക് പൈസ വരാൻ നമ്മൾ കണ്ടെത്തിയ സോഴ്സുകളെല്ലാം നമുക്ക് പറയാം. അല്ല, ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എങ്കിൽ അമ്മയല്ലാതെ എനിക്ക് മറ്റാരും ശരണാഗതിയില്ല, ഞാൻ അമ്മയെ ആശ്രയിക്കുകയാണ്, അമ്മ തന്നെ ഇനി എന്നെ രക്ഷപ്പെടുത്താനുള്ള ഒരു വഴി കണ്ടെത്തി എനിക്ക് അമ്മയെ ഭജിക്കാൻ, അമ്മയെ പ്രാർത്ഥിക്കാൻ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ മനസ്സ് തുറന്ന് അമ്മയെ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥന കേട്ട് അമ്മ എനിക്ക് അനുഗ്രഹം തന്ന് എൻ്റെ ഈ ആവശ്യം നടത്തിത്തരണം. ഞാനൊരു 12 വെള്ളിയാഴ്ചകളിൽ പൂജ ചെയ്യാം. അപ്പം ഇത് വൃശ്ചിക മാസമാണ്, വൃശ്ചികം, ധനു, മകരമാസത്തിലോടുകൂടി എൻ്റെ പൂജകൾ. ഇപ്പം എന്നെ സംബന്ധിച്ച് ഇത്രയും പ്രായമുള്ള ആളായതുകൊണ്ട് എനിക്ക് 12 പൂജകൾ ചെയ്യാൻ ആരോഗ്യ പ്രശ്നങ്ങളേ ഉള്ളൂ, മറ്റ് പ്രശ്നങ്ങളില്ല. പക്ഷെ എല്ലാ യുവതികളായിട്ടുള്ള അമ്മമാരും ഉണ്ടല്ലോ, അവർക്ക് മറ്റേ ചിലപ്പോൾ 12 പൂജകൾ അടുപ്പിച്ച് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെ പറ്റാത്തവർ 12 പൂജകൾ ചെയ്യാമെന്നേ പറയുന്നുള്ളൂ. തുടർച്ചയായുള്ള 12 പൂജകൾ ഇന്ന് ചിന്തിക്കേണ്ട. 12 ലക്ഷ്മി പൂജ ചെയ്ത് കഴിയുമ്പോഴേക്കും അമ്മ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഗ്രഹം പൂർണ്ണമായും നടത്തിത്തരണം. വളരെ അത്യാവശ്യമുള്ളത് കൊണ്ട് ഈ ഒരു പൂജ കഴിയുമ്പോൾ തന്നെ അമ്മ ഞങ്ങളിൽ കരുണ ചൊരിയും എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി കരുണാമയ്യായ അമ്മയെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് 108 ഏലയ്ക്ക അമ്മയുടെ മന്ത്രം ചൊല്ലി അർച്ചന ചെയ്യണം. അപ്പം അർച്ചനയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ ആദ്യം ഇങ്ങനെ മനസ്സിൽ നമ്മുടെ ആവശ്യം സങ്കല്പം ചെയ്ത് മനസ്സിൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഏത് പൂജ തുടങ്ങുന്നതിന് മുമ്പ് ഗണപതി ഭഗവാനെയും ഗുരുക്കന്മാരെയും കുടുംബ പരദേവതകളെയും നമ്മളുടെ എല്ലാ ദേവതകളെയും വിളിച്ച് ഞാൻ ഇങ്ങനെ ഒരു അർച്ചന, മഹാലക്ഷ്മിക്ക് ഒരു അർച്ചന ചെയ്യാൻ പോകണം, എല്ലാവരും പൂജയിൽ വന്ന് അനുഗ്രഹിച്ച് അമ്മയ്ക്ക് നിവേദ്യം വയ്ക്കുന്നുണ്ട്, അത് എല്ലാവരും സ്വീകരിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് എല്ലാ ദേവതകളെയും മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ മഹാലക്ഷ്മിക്ക് അർച്ചന ചെയ്യാൻ. അർച്ചന ചെയ്ത് 108 ഏലയ്ക്ക കൊണ്ട് അർച്ചന ചെയ്തതിന് ശേഷം മനസ്സറിഞ്ഞ് ധൂപം കൊണ്ട് ആരതി ചെയ്ത്, ചന്ദനത്തിരി കൊണ്ട് ആരതി ചെയ്ത്, കർപ്പൂരം കൊണ്ട് ആരാധന ചെയ്തതിന് ശേഷം നിവേദ്യം നമ്മൾക്കറിയുന്ന രീതിയിൽ നിവേദ്യം ദേവിക്ക് സമർപ്പിച്ച്, കാരണം നെയ്യുമൊക്കെ ഒരു തുളസിയിലിട്ടിട്ട് അമ്മയോട് കഴിക്കാൻ നമ്മൾ പറയുകയാണ് ചെയ്യുക. അപ്പം അമ്മ അത് സേവിച്ചതായി നമ്മൾ സങ്കല്പിക്കും. അത് കഴിഞ്ഞ് വിളക്ക് മുന്നോട്ട് വലിക്കും, നിവേദ്യവും മുന്നോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പൂജ കഴിഞ്ഞു എന്നാണ്. നന്നായിട്ട് നമസ്കരിച്ച് പ്രാർത്ഥിക്കും. ആ ഏലയ്ക്കൊക്കെ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കും. ആ നാണയമൊക്കെ
ഒക്കെ എടുത്ത് ഒരു പാത്രത്തിൽ ഇട്ട് വെക്കും. കാരണം ഇനിത്തെ പൂജയ്ക്കും ഉപയോഗിക്കാം. ആ തട്ടത്തിലിട്ട അരി മാത്രം നമ്മൾ പിറ്റേ ദിവസത്തെ ഭക്ഷണത്തിന് ഉപയോഗിക്കും. കാരണം മഞ്ഞളൊന്നും കഴുകാൻ മാറുന്നതേ ഉള്ളൂ. അത് മാത്രം നമ്മൾ പൂജാമുറിയിൽ വീണ്ടും സൂക്ഷിക്കുന്നില്ല. ചിലർ പൂജാമുറിയിൽ അരി ഇങ്ങനെ സൂക്ഷിക്കും. പക്ഷെ കുറേ സൂക്ഷിച്ച സാധനങ്ങൾ ഇങ്ങനെ സൂക്ഷിക്കും. നാണയം സൂക്ഷിക്കുന്നുണ്ട്. നാണയത്തിന് ഒരിക്കലും അശുദ്ധിയില്ല. ഒന്നെടുത്ത് വച്ചാൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കാം. ഏലക്കയും നമുക്ക് ഉപയോഗിക്കാം വീണ്ടും. പക്ഷെ അർച്ചന ചെയ്ത ഏലക്ക വീണ്ടും നമ്മൾ അർച്ചന ചെയ്യാതെ അത് പായസത്തിൽ ഉപയോഗിക്കാം, ചായക്ക് ഉപയോഗിക്കാം, ചുക്കുവെള്ളം തിളപ്പിക്കുമ്പോൾ അതിൽ വേണമെങ്കിൽ ഒരെണ്ണം ഇടാം. അങ്ങനെ അത് വെള്ളിയാഴ്ച ഉപയോഗിച്ച് നോക്കിയിട്ട് ഏലക്ക മാറ്റി അടുക്കളയിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. മസാലക്കറിക്കൊക്കെ ഉപയോഗിക്കാമല്ലോ. അതല്ലാതെ നോൺ വെജിനൊന്നും ഉപയോഗിക്കാതിരുന്നാൽ മതി. അപ്പം തീർച്ചയായിട്ടും അരിയും ഏലക്കയും നാണയം തീർച്ചയായിട്ടും ഇനിയത്തെ പ്രാവശ്യത്തേക്ക് നമ്മൾ ഉപയോഗിക്കാതെ പൂജാമുറിയിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മൾ ഒരു മഹാലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ, മഹാലക്ഷ്മി പൂജയിൽ 108 ഓം ശ്രീ നമഃ എന്നുള്ള 108 അർച്ചന കഴിയുമ്പോൾ കഴിയും. അപ്പോൾ അന്നപൂർണേശ്വരി ദേവിയെ നമ്മൾ ആ നിവേദ്യം കൊടുക്കുന്ന സമയത്ത് അന്നപൂർണേ സദാപൂർണേ ശങ്കര പ്രാണവല്ലഭേ ജ്ഞാന വൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി മാതാ ച പാർവതി ദേവി പിതാ ദേവോ മഹേശ്വര ബാന്ധവ ശിവഭക്ത ച സ്വദേശോ ഭുവനത്രയം. അപ്പം ആ നിവേദ്യം കൊടുക്കുന്ന സമയത്ത് ശുക്രൻ്റെ ഒരു കാലഘട്ടം അന്നപൂർണേശ്വരി ദേവിക്കും കൂടെയാണ് അമ്മേ സമ്പത്ത് തരുന്നതോടൊപ്പം അമ്മ ഞങ്ങൾക്ക് അന്നം ഉണ്ടായാൽ മാത്രം പോരാ, അത് കഴിക്കാനുള്ളൊരു നമുക്ക് ഭക്ഷണം നന്നായിട്ട് കഴിക്കാനുള്ളൊരു അനുഗ്രഹം കൂടി തരണം. സമാധാനത്തോടെ വച്ചു വയ്ക്കുന്ന ഭക്ഷണം എല്ലാവരും കൂടി ചേർന്നിരുന്നുണ്ട് സന്തോഷത്തോടുകൂടി അനുഭവിക്കാനുള്ള ഒരു അനുഗ്രഹം കൂടി തരണം. സമ്പത്തും സമാധാനവും സർവ്വ ഐശ്വര്യങ്ങളും തന്ന് ഈ ലക്ഷ്മി പൂജയിലൂടെ എല്ലാ ഐശ്വര്യവും കുടുംബത്തിന് വരുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുക. കനകധാര സ്തോത്രം ചൊല്ലാം, മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലാം, മഹാലക്ഷ്മി സ്തവം ചൊല്ലാം, അഷ്ടലക്ഷ്മി സ്തോത്രം ചൊല്ലാം. അങ്ങനെ എന്തൊക്കെ പ്രാർത്ഥനകൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇത് ചെയ്യുന്നതോടുകൂടി സർവ്വ ഐശ്വര്യങ്ങളും. സാധാരണ ദിവസങ്ങളിലും ഇതെല്ലാം ചെയ്യാം. പക്ഷെ വെള്ളിയാഴ്ച ദിവസം ലളിതാ സഹസ്രനാമം ചെയ്യുമ്പോഴും മഹാലക്ഷ്മി പൂജ ചെയ്യുമ്പോഴും കൂടുതൽ ഫലം കിട്ടും. അപ്പം ശുക്രൻ നീചരാശിയിൽ നിൽക്കുന്ന, കന്നിരാശിയിൽ ശുക്രൻ നിൽക്കുന്നവര്, ശുക്രദശയിലുള്ളവര്, ഇടവം രാശിയിലും തുലാരാശിയിലും ജനിച്ചവരൊക്കെ. ഇടവം രാശി എന്ന് പറയുന്നത് കാർത്തികയുടെ അവസാന 3 പാദവും രോഹിണിയും മകേരത്തിൻ്റെ ആദ്യപാദം വരുന്നവരുടെ രാശിനാഥൻ ശുക്രനാണ്. അവർ തീർച്ചയായിട്ടും മഹാലക്ഷ്മി പൂജയിൽ പങ്കെടുത്താൽ വളരെ ഗുണഫലമായിരിക്കും. അതുപോലെ തുലാരാശി എന്ന് പറയുമ്പോൾ ചിത്തിരയുടെ അവസാന പാദവും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യ 3 പാദവും വരുന്നവർ തുലാരാശിക്കാരുടെയും രാശിയാധിപൻ ശുക്രനാണ്. ഭരണിപൂരം പോരാട നക്ഷത്രക്കാരുടെ ദശാനാഥൻ ശുക്രനാണ്. ഇവരൊക്കെ മഹാലക്ഷ്മി പൂജയിൽ പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ മറ്റ് നക്ഷത്രത്തെക്കാൾ കൂടുതൽ ഫലം ഇവർക്ക് കിട്ടും. എല്ലാവർക്കും അവരവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഈ ലക്ഷ്മി പൂജ 12 വെള്ളിയാഴ്ച മുടങ്ങാതെ ചെയ്യൂ. സർവൈശ്വര്യങ്ങളും നേടൂ. നിങ്ങൾക്ക് എല്ലാ നന്മകളും വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.